അങ്ങനെ നമ്മുടെ പ്രദേശങ്ങളിൽ ത്രിതല പഞ്ചായത്തേക്കുള്ള എലക്ഷന്റെ റിസൾട്ട് ഇന്നലെ വന്നു. പല സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടു, ചില സ്ഥാനാർത്ഥികൾ വിജയിക്കുകയും ചെയ്തു. ഈ പരാജയപ്പെട്ട സ്ഥാനാർത്ഥികൾ അവരുടെ പാർട്ടിക്കാരും അണികളും നേതാക്കന്മാരും ഒക്കെ ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്വം പരസ്പരം പലരുടെയും തലയിൽ കെട്ടിവെച്ചുകൊണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ടൊക്കെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ നമ്മെ സംബന്ധിച്ചിടത്തോളം മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമുക്ക് വിധി നിർണയത്തിന്റെ നാള് വരാനുണ്ട്. അതാണ് മഹ്ശറ. ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാള് പാരത്രിക ലോകത്ത് അയാളുടെ വിധി നിർണയിക്കപ്പെടുന്ന, അയാളുടെ പ്രതിഫലങ്ങൾക്ക്, അയാളുടെ നന്മകൾക്കും തിന്മകൾക്കും ഒക്കെ പ്രതിഫലം കൊടുക്കപ്പെടുന്ന ആ ദിനത്തിൽ അയാൾ ഭൂമി ലോകത്ത് കർമ്മങ്ങളൊന്നും ചെയ്യാതെയാണ് അയാൾ ജീവിച്ചതെങ്കിൽ അവിടെ വെച്ച് തീർച്ചയായിട്ടും അതിനുള്ള തക്കതായിട്ടുള്ള അതിന്റെ ഫലം അല്ലാഹു തആല അയാൾക്ക് കൊടുക്കും. ഒരു ഇലക്ഷനിൽ നിന്ന സ്ഥാനാർത്ഥി അയാൾ ഇലക്ഷൻ പ്രചാരണ കാലത്ത് അയാൾ പ്രചാരണ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാതെ ഞാൻ വിജയിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തിൽ അയാളുടെ വീട്ടിൽ നിൽക്കുകയും പ്രചാരണ പ്രവർത്തനങ്ങളുമായിട്ടൊന്നും ബന്ധപ്പെടാതിരിക്കുകയും ചെയ്തിട്ട് അയാൾ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ നമ്മളൊക്കെ നന്മ ചെയ്യാതെ ഭൂമി ലോകത്ത് ജീവിതം തള്ളി നീക്കി അവസാനം പരലോകത്ത് നമ്മുടെ നന്മ തിന്മകൾ തോക്കപ്പെടുന്ന ഒരു നാട്. നമുക്കറിയാം, വോട്ടിന് വേണ്ടി നന്നായി അധ്വാനിച്ചവൻ, നന്നായിട്ട് വേണ്ടി പ്രവർത്തിച്ചവൻ, ആളുകൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചവൻ, അയാളുടെ വോട്ട് എണ്ണുമ്പോൾ അയാൾ ഒരുപാട് വോട്ടുകൾക്ക് വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചതായിട്ടുള്ള റിസൾട്ടാണ് അയാളെക്കുറിച്ച് നമുക്കറിയാൻ കഴിയുക. എന്നതുപോലെ നമ്മൾ ദുനിയാവിൽ നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ഫലം, അതിൻ്റെ പ്രതിഫലം നമുക്ക് പാരത്രിക ലോകത്ത് അനുഭവിക്കാൻ കഴിയും. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു തആല സൂചിപ്പിച്ചതുപോലെ ആ നന്മ തിന്മയുടെ കിതാബുകൾ നമുക്ക് നൽകപ്പെടുമ്പോൾ പരാജിതനായിട്ടുള്ള ആള് പറഞ്ഞു പോകുന്ന അവസ്ഥ, അള്ളാഹു ഇത് എന്തൊരു കിതാബാണ്, ചെറുതും വലുതുമായിട്ടുള്ള ഒന്നും ഇതിൽ ഒഴിവാക്കാതെ പോയിട്ടില്ലല്ലോ, എല്ലാം ഇതിലുണ്ടല്ലോ എന്ന് പറയുന്ന, പരലോകത്ത് ഖേദത്തിന്റെ വാക്ക് പറയുന്ന ഒരവസ്ഥ. അങ്ങനെ ഒരവസ്ഥ നമുക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി നാം ദുനിയാവിലെ ജീവിതം, ഇവിടുത്തെ ഈ കർമ്മമണ്ഡലം നന്മകളിലൂടെ മുന്നോട്ട് കൊണ്ടുപോയി കഴിവിന്റെ പരമാവധി നന്മകളൊക്കെ ചെയ്തുകൊണ്ടും മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ടും ദുനിയാവിലെ ജീവിതങ്ങൾ തള്ളി നീക്കുമ്പോഴാണ് നമുക്ക് അവിടെ വിജയിക്കാൻ കഴിയുക. ഇലക്ഷനിലെ തോൽവി താൽക്കാലികമാണ്. ഈ ഇലക്ഷനിൽ ജയിച്ച സ്ഥാനാർത്ഥി അടുത്ത ഇലക്ഷനിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോട് ജയിക്കും. അവനോ അല്ലെങ്കിൽ അവൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയിലെ മറ്റേതെങ്കിലും സ്ഥാനാർത്ഥിയോ, അത് വിജയവും പരാജയവും സ്വാഭാവികമാണ്, അത് പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ പാരത്രിക ലോകത്ത് നമ്മൾ തോറ്റുപോയാൽ, പരാജയപ്പെട്ടു പോയാൽ അത് എന്നേക്കുമുള്ള ഒരു പരാജയമാവുകയും നമ്മുടെ പാരത്രിക ലോകം നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമുക്ക് വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തിരക്ഷിക്കട്ടെ.